ഹായ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് നിമ്മി. ഞാനിവിടെ കാന്തല്ലൂരാണ് താമസിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വ്ളോഗ് എടുക്കാനായിട്ട് ഒരു കാരണമുണ്ട്. ഇന്നിവിടെ വിനായക ചതുർത്ഥി ആഘോഷിക്കുന്ന ദിവസം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വ്ളോഗ് ആകുമ്പോൾ ആദ്യമെല്ലാം ഗണപതിക്കുന്നാണല്ലോ. അപ്പോൾ നമുക്ക് ഗണപതിയുടെ പരിപാടിയും ഇവിടെ എങ്ങനെയാണ് ഗണപതിയുടെ ആഘോഷങ്ങളൊക്കെ നടത്തുന്നതെന്നും ഒക്കെ നമുക്ക് ഈ ഒരു വ്ളോഗിലൂടെ കാണാം. ഇവിടുന്ന് ഒരു 6-7 കിലോമീറ്റർ ഗണപതിനെ നയിച്ച് കൊണ്ടുപോയിട്ട് അവിടെ ഒരു പുഴയിൽ ഒഴുക്കി കളയാമെന്നാണ് ഇവിടുത്തെ ഒരു ആചാരം. അപ്പോൾ നമുക്കത് കാണാം. പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇത് തണുപ്പുള്ള ഏരിയകളിൽ നന്നായിട്ടുണ്ടാവുന്ന പൂവാട്ടോ. ഇതിങ്ങനെ മതിലിൽ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നതാണ്. അടിപൊളിയല്ലേ? അപ്പോൾ ഗണപതിയുടെ പരിപാടി തുടങ്ങുന്നത് ഒരു 12 മണിയൊക്കെ ആയിട്ടാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ബിഗിനർ ആയതുകൊണ്ട് ആദ്യമൊക്കെ ഷോർട്സൊക്കെയാണ് ഇട്ടത്. അപ്പോൾ ആ ഷോർട്സ് വീഡിയോസിലൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു നമ്മളൊരു ഫാം തുടങ്ങുന്ന കാര്യം. അപ്പോൾ ഇപ്പോൾ ആ ഫാമിലേക്കാണ് പോകുന്നത്. അവിടെ ഇപ്പോൾ കിറ്റാച്ചിയുടെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ അവിടെയാണ് പോകുന്നത്. ഇനി അതിന് ശേഷം നമുക്ക് ഗണപതിയുടെ പരിപാടിയായിട്ട് നമുക്കതിലൂടെ അങ്ങനെ കാണാം. നമ്മളിപ്പോൾ കാണുന്ന ആ മലകളെല്ലാം മറയൂരിൻ്റെ മലകളാണ് കേട്ടോ. നമ്മൾ കാന്തല്ലൂരിൽ നിന്ന് ഒരു 13 കിലോമീറ്റർ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് മറയൂരുള്ളത്. സിപ്പ് ലൈനാ? അവിടെ എത്തിയില്ലേ? ഈ കാണുന്ന ഏരിയ ഒക്കെ മറയൂരാണ് കേട്ടോ. നമ്മൾ ഇവിടുന്ന് ആ മലയാണ് നമ്മൾ കാന്തല്ലൂർ. അപ്പോൾ ഈ ഓട്ട പോകുന്ന വഴിയിലൂടെയാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ഘോഷയാത്ര വരാൻ പോകുന്നത്. അപ്പോൾ അവർ വരുമ്പോൾ നമുക്കത് കാണിക്കാം. അങ്ങനെ ഇതിൻ്റെ ബ്യൂട്ടിയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയാണ് ഈ സ്ഥലം. അവിടെ ദൂരെയായിട്ട് മുനിയറ കാണുന്നുണ്ടോ? പണ്ട് ഈ മുനിമാർ തപസ് ചെയ്തിരുന്ന ഒരു സ്ഥലം എന്നാണ് പറയണത്. അതൊക്കെ ടൂറിസ്റ്റ് പ്ലേസുകളാണ്. അതിനെക്കുറിച്ച് വേറൊരു വ്ളോഗ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പോൾ എനിക്ക് അതിനെപ്പറ്റി കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, എവിടെയെങ്കിലും വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ഞാൻ അപ്പോൾ അവിടെ നിന്ന് കല്ല് പറിക്കോട്ടെ പാപ്പു. പാപ്പു എന്താ പറയാനുള്ളേ നമ്മുടെ വ്യൂസിനോട്? ട്രെയിൻ ഉണ്ടാക്കി അവിടെ ഇരിക്കാം. വരുവാ. ഉറക്കെ പറയും. അപ്പൊ
നമ്മൾ വിനായക ഘോഷയാത്ര കാണാനാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ? എക്സൈറ്റഡ്? ആർ യു എക്സൈറ്റഡ്? ഓക്കേ. എനിക്കെപ്പോഴും KSRTC ഇങ്ങനെ മലയിൽ ഇങ്ങനെ കയറി വരുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനത് എപ്പോൾ കണ്ടാലും വീഡിയോ എടുക്കും. കോവിൽക്കടവ് തെങ്കാശിനാഥ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. അവിടുത്തെ പുഴയിലാണ് നമ്മുടെ വിനായകനെ ഒഴുക്കണത്. അപ്പോൾ ആ ചടങ്ങ് കൂടി നമുക്ക് കാണാം. അവസാനം നമ്മൾ തെങ്കാശിനാഥ ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ്. ഈ പുഴയിലാണ് ഓരോ ഗ്രാമക്കാർ അവർ പ്രതിഷ്ഠിച്ച് ഘോഷയാത്രയ്ക്ക് കൊണ്ടുവന്ന ഗണപതിനെ ഒഴുക്കിവിടാൻ പോകുന്നത്. അങ്ങനെ ഇന്നത്തെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. പാപ്പു ഉറങ്ങി, നമ്മൾ കുറച്ച് ടയേർഡായി. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു, നമ്മൾ വീട്ടിലെത്തി, ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനി എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഗുഡ് നൈറ്റ്.